അസ്സലാമു അലൈക്കും. ഇന്ന് എടുക്കാൻ പോകുന്നത് എലമെന്റ്സ് ഓഫ് അറബിക് ലാംഗ്വേജ് എന്ന ബുക്കിലെ ബ്ലോക്ക് 3 യൂണിറ്റ് 5 ആണ്. ഹുറൂഫുൽ ഇസ്തിഫാം. ഇസ്തിഫാം എന്ന് പറഞ്ഞാല് ചോദിച്ച് മനസ്സിലാക്കാൻ ഉള്ള ഹർഫ്. അത് അറബി ഭാഷയിൽ എന്ത് ഹർഫ് ഉപയോഗിച്ചിട്ടാണ് നമ്മളൊരു കാര്യം ചോദിക്കുക, ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുക എന്നുള്ളതിനെ കുറിച്ചാണ്. അതിന് ചില ഹർഫുകളുണ്ട്, ഇസ്മുകളുണ്ട്. പക്ഷെ ഇവിടെ പ്രതിപാദിക്കുന്നത് ഹർഫുകൾ മാത്രമാണ്. ഞാൻ അതിലത്തെ മുഖദ്ദിമ ഒന്ന് വായിച്ച് അർത്ഥം പറയാം. അപ്പൊ അർത്ഥം എല്ലാവരും പഠിച്ചാൽ അത് നമ്മുടെ വൊക്കാബുലറിക്ക് ഒരു മുതൽക്കൂട്ടായി വരും. തതഫറദുൽ ലുഗത്തുൽ അറബിയ്യ, അറബി ഭാഷ ഒറ്റപ്പെടും എന്ന് പറഞ്ഞാൽ യുണീക്ക് ആണെന്ന്. യുണീക്ക് സ്വഭാവം ഉള്ളതാണ്. യുണീക്ക് എന്ന് പറഞ്ഞാല് ആ വിശേഷത, ഈ താഴെ പറയുന്ന സവിശേഷതകൾ വേറെ ഭാഷകൾക്കൊന്നും ഉണ്ടാവില്ല. അതാണ് പറയുന്നത്. തതഫറദുൽ ലുഗത്തുൽ അറബിയ്യ അനിൽ ലുഗാത്തിൽ ആലമിയ്യൽ ബാഖിയ, ലോകത്തെ മറ്റുള്ള ഭാഷകളെ വിട്ട് അറബി ഭാഷ ഒറ്റപ്പെടും. യുണീക്ക് സ്വഭാവമുള്ളതായിരിക്കും. ബി കസറത്തി താബീറാത്തിഹ, അതിന്റെ അധികരിച്ച താബീറുകളെ കൊണ്ടും, വഫറത്തി അസാലീബിഹ, അതിന്റെ ശൈലികളെ കൊണ്ടും. വമിൻ അഹമ്മി ഹാദിഹിൽ അസാലീബി, ഏറ്റവും പ്രധാനപ്പെട്ട ഉസ്ലൂബുൽ ഇസ്തിഫാമിന്റെ ഉസ്ലൂബാണ്. അങ്ങനെ പല ഉസ്ലൂബുകളുണ്ട്. പക്ഷെ പ്രധാനപ്പെട്ട ഉസ്ലൂബിൽ പെട്ടതാണ് ഒന്ന് എന്ത്, ഇസ്തിഫാം. വൽ ഇസ്തിഫാമു തലബുൽ ഇൽമി, ഇസ്തിഫാമിന്റെ ഡെഫിനേഷനാണ് പറയുന്നത്. വൽ ഇസ്തിഫാമു തലബുൽ ഇൽമി, അത് അറിവിനെ തേടലാണ്. ബിശൈഇൻ, ഒരു കാര്യം കൊണ്ട്, ലം യകുൻ മഅലൂമൻ മിൻ ഖബ്ലു, മുമ്പ് അതിനെപ്പറ്റി അറിയില്ല, അങ്ങനെയുള്ള ഒരു കാര്യത്തെ പറ്റി അറിവ് തേടലാണ്. അപ്പൊ ഈ ചോദിക്കുന്ന ആൾക്ക് അറിയില്ല എന്ന്, അല്ലാതെ എല്ലാവർക്കും അറിയില്ല എന്നല്ല. ചോദിക്കുന്ന ആൾക്ക് അതിനെപ്പറ്റി മുമ്പ് അറിയില്ല, അങ്ങനെയുള്ള ഒരു കാര്യത്തെക്കുറിച്ച് അറിവ് തേടലാണ്. ഇസ്താമലു, അപ്പൊ ഇസ്തിഫാം എന്ന് പറഞ്ഞത് ഇത് ഉപയോഗിക്കപ്പെടുന്നില്ല. ഇസ്തിഫ്സാർ എന്ന് പറഞ്ഞാല് വെളിവാക്കി കിട്ടാൻ വേണ്ടി. അഹദാസിൻ സംഭവങ്ങളെ കുറിച്ച്, അഷ്ഹാസിൻ അല്ലെങ്കിൽ വ്യക്തികളെ കുറിച്ച്, അമാക്കിനിൻ അല്ലെങ്കിൽ സ്ഥലങ്ങളെ കുറിച്ച്, സമാനിൻ അല്ലെങ്കിൽ സമയങ്ങളെ കുറിച്ച്, ഔമായിലാദാലിക്ക അല്ലെങ്കിൽ അതുപോലത്തെ മറ്റുള്ള കാര്യങ്ങളെ കുറിച്ചൊക്കെ വെളിവാക്കി കിട്ടാൻ വേണ്ടി ഉപയോഗിക്കും. ലിൽ ഇസ്തിഫാമി, ഇസ്തിഫാമിനുണ്ട് അദവാത്തുൽ ഖാസ, അതിന് പ്രത്യേകമായ അദവാത്തുകളുണ്ട്. അദവാത്ത് എന്ന് പറഞ്ഞാല് അതിന്റെ ആ ഇസ്തിഫാമിന് ഉപയോഗിക്കുന്ന അക്ഷരങ്ങള് അല്ലെങ്കിൽ അതിന്റെ ഇസ്മുകൾ. ഹുമ, അത് നവആനി, രണ്ടു വിധത്തിലാണ്, രണ്ട് തരത്തിലുള്ള അദവാത്തുകളുണ്ട്. ഫഹിയ, അത് ഇമ്മാ അൻ തകൂന ഹർഫൻ, ഒന്നുകിൽ ഹർഫാവും, ഔ ഇസ്മൻ, അല്ലെങ്കിൽ ഇസ്മാവും. അല്ലെങ്കിൽ അപ്പോ ഇസ്തിഫാമിന് ഹുറൂഫുൽ ഇസ്തിഫാമുണ്ട്, അസ്മാഉൽ ഇസ്തിഫാമുണ്ട്. അപ്പോ ഫി ഹാദിഹിൽ വഹദത്തി, ഈ യൂണിറ്റില് നുനാഫിസു, നമ്മൾ ചർച്ച ചെയ്യും അനിൽ ഹുറൂഫില്ലത്തി തുസ്തഖ്ദമു ലിൽ ഇസ്തിഫാം, ഹർഫുകളെയാണ് ഇസ്തിഫാമിന് ഉപയോഗിക്കുന്ന ഹർഫുകളാണ് നമ്മൾ ഈ യൂണിറ്റില് ചർച്ച ചെയ്യുന്നത്. ഇനി ഇതില് ഇസ്തിഫാമിന്റെ ഉസ്ലൂബുൽ ഇസ്തിഫാമി, ഇവിടെ രണ്ടാമത്തെ കള്ളിയില് അദവാത്തുൽ ഇസ്തിഫാമി, പിന്നെ അൽ ജവാബ് ബിൽ ഇസ്തിബാത്തി. അപ്പൊ ഈ അദവാത്തുൽ, ഈ ഇസ്തിഫാമിന്റെ അദവാത്തുകളെ കൊണ്ട് നമ്മൾ ഒരു ചോദ്യം ചോദിച്ചാൽ അതിന്റെ ജവാബ് ബിൽ ഇസ്ബാത്തി, നാം എന്നുള്ള ഉത്തരം, അതായത്
അത് സ്ഥിരീകരിച്ചിട്ടുള്ള ഒരു ഉത്തരാണെങ്കിൽ അതിനെന്തെന്നാ പറയാ, അല്ലെങ്കിൽ ജവാബ് ബിൽ നഫി കൊണ്ടുള്ള എന്ന് പറഞ്ഞാൽ നിഷേധിച്ചിട്ടുള്ള ഉത്തരാണെങ്കിൽ അതിനെന്താ പറയാ എന്നാണ് പറയുന്നത്. അപ്പൊ ഈ രണ്ടാമത്തെ കള്ളിയിൽ ഹൽ വസലൽ ഖിത്താറ് എത്തിയോ, ഖിത്താർ എന്ന് പറഞ്ഞാൽ ട്രെയിൻ എത്തിയോ എന്നുള്ള ഒരു ചോദ്യം ചോദിച്ചാൽ ഹൽ വസലൽ ഖിത്താർ എത്തിയോ. അപ്പൊ ഇവിടെ ഉസ്ലൂബുൽ ഇസ്തിഫാമാണ് ഈ ഹൽ വസലൽ ഖിത്താറു എന്നുള്ളത്. അതിന്റെ അദാത്തുൽ ഇസ്തിഫാം ഹൽ എന്നാണ്. ഹൽ എന്നതാണ് ആ ഇസ്തിഫാമിന്റെ ഹർഫ്. അപ്പൊ ഹൽ വസലൽ ഖിത്താറ് ട്രെയിൻ എത്തിയോ എന്നുള്ള ഒരു ചോദ്യം ചോദിച്ചാൽ ഒന്നുകിൽ നാം എന്ന് പറയും. നാം അതായത് ജവാബ് ബിൽ ഇസ്ബാത്ത്, അത് പോസിറ്റീവ് ആൻസർ. നാം അതെ, അജൽ അല്ലെങ്കിൽ അജൽ, നാം എന്നോ അജൽ എന്നോ പറയാം. വസലൽ ഖിത്താർ എത്തി, ട്രെയിൻ എത്തി. ഇനി നേരെ മറിച്ച് നെഗറ്റീവ് മീനിങ് ആണെങ്കിൽ, നെഗറ്റീവ് ആൻസർ ആണെങ്കിലോ അപ്പൊ എന്താ പറയാ, ഇല്ല, ലം യസ്ലുൽ ഖിത്താർ എത്തിയിട്ടില്ല, ട്രെയിൻ എത്തിയിട്ടില്ല. ഇങ്ങനെ രണ്ട് നിലക്കായിരിക്കും ഇതിന്റെ ആൻസർ. ഇനി ഹൽ ഹലറത്തിൽ മുഅല്ലിമത്ത് എന്ന് പറഞ്ഞ ടീച്ചർ എത്തിയോ. ഹൽ ഹലറത്തിൽ മുഅല്ലിമത്തു, ഇവിടെ ഹല്ലാണ് അദാത്തുൽ ഇസ്തിഫാം, ആൻസർ നാം. ഹലറത്തിൽ മുഅല്ലിമ എത്തി. അല്ലെ നെഗറ്റീവ് മീനിങ് ആണെങ്കിൽ മാ ഹലറത്തിൽ മുഅല്ലിമ എത്തിയിട്ടില്ല, ടീച്ചർ എത്തിയിട്ടില്ല. ഇനി ഹൽ എന്തൊക്കെ കലമുൻ, നിന്റെ അടുത്ത് കലമുണ്ടോ, പേനയുണ്ടോ. ഹൽ എന്നുള്ള അക്ഷരമാണ് ഉപയോഗിച്ചിട്ടുള്ളത്. അതിന്റെ ഒരു ആൻസർ നാം ഇന്ത്യ കലമുൻ. നെഗറ്റീവ് മീനിങ് ഇല്ല, മാ ഇന്ത്യ കലമുൻ. അപ്പോ ഇതാണ് അതിനുള്ള ഇസ്തിഫാമിന്റെ അദവാത്ത്, ഉസ്ലൂബ്, ജവാബ് ബിൽ ഇസ്ബാത്ത്, ജവാബ് ബിൽ നഫി. അൽ ഇസ്തിഫാം ബിൽ ഹംസ കൊണ്ടുള്ള, അപ്പൊ ഹല്ല് കൊണ്ടുള്ള ഇസ്തിഫാമാണ് നേരത്തെ പറഞ്ഞത്. ഇനി അൽ ഇസ്തിഫാം ബിൽ ഹംസ കൊണ്ടുള്ള ഇസ്തിഫാമിനെ പറ്റിയാണ് ഇനി പറയുന്നത്. അപ്പോ ഇസ്തിഫാമിന്റെ രണ്ടക്ഷരങ്ങള് ഹല്ലും ഹംസയാണ്. അപ്പോ ഹല്ലിന്റെ നമ്മൾ നേരത്തെ പറഞ്ഞു, ഇനി ഹംസയുടെ അടുത്ത് പറയാൻ പോണത്. അൻ മദ്മൂനുൽ ജംലത്തിൽ മുസ്ബത്തത്തി മിസ്ല ഹൽ വയകൂനുൽ ജവാബു അൻഹാ ബിനഅം ഫിൽ ഇസ്ബാത്തി വലാ ഫിൻ നഫി. മസലൻ അശാഹത്തൽ മുബാറാത്ത് എന്ന് പറഞ്ഞാല് മത്സരം, നീ മത്സരം കണ്ടുവോ എന്നാണ്. അപ്പൊ ഇവിടെ ഫിൽ ഇസ്ബാത്തി, ഇതിനും ഇസ്ബാത്ത് ഹല്ലിനെ പോലെ ഇവിടെയും നാം എന്നതുകൊണ്ട് തന്നെയാണ് ഇസ്ബാത്തില് നാം കൊണ്ട് തന്നെയാണ്. അപ്പോ ഇവിടെ ഹൽ അശാഹത്തൽ ലാ ഫിൻ നഫിയില് ലാ കൊണ്ടും അത് ഹല്ല് പോലെ തന്നെയാണ്. അശാഹത്തൽ മുബാറത്ത് നാം മുബാറാത്ത് നീ കണ്ടുവോ, നീ ഡിഡ് യു വാച്ച് അല്ലെങ്കിൽ ഡിഡ് യു സീ ദ ടൂർണമെന്റ് എന്നുള്ള അർത്ഥമാണ്. നാം ഷാഹത്തുഹ ഞാൻ കണ്ടു, ഐ വാച്ച് അല്ലെങ്കിൽ ഐ സോ എന്നൊക്കെ അർത്ഥം. നീ നെഗറ്റീവ് മീനിങ് ഇല്ല, ലം ഉഷാഹിദ് ഞാൻ കണ്ടിട്ടില്ല, ഞാൻ കണ്ടില്ല എന്നുള്ള മീനിങ് ആണ് അവിടെ വരിക. പിന്നെ അൻ മദ്മൂനുൽ ജംലത്തിൽ മൻഫിയത്തി ബിൽ അദവാത്തി. അപ്പൊ ഇവിടെ നേരത്തെ മുസ്ബത്തായ ജുംല കൊണ്ടുള്ള ചോദ്യമായിരുന്നു. അശാഹത്തൽ മുബാറാത്ത് മത്സരം നീ കണ്ടുവോ. ഇവിടെ മുസ്ബത്തായ
ചോദ്യമാണ്. ഇനി മൻഫിയായ ജുംല കൊണ്ടുള്ള ചോദ്യത്തെ പറ്റിയാണ് ഇനി പറയുന്നത്. ബിൽ അഥവാത്തി ല, മാ, ലൈസ, ലം, ഇതൊക്കെ കൂടി ഇങ്ങനെ വെച്ചിട്ടുള്ള ഒരു ചോദ്യം എന്ന് പറഞ്ഞാൽ ഇതിനു മുമ്പ് ഹംസ ഉപയോഗിക്കും. ഈ ലാമിന് മുമ്പ് ഹംസ ഉപയോഗിച്ച അല, അമാ, അലൈസ, അലം എന്നുള്ളതാണ് വരിക. അങ്ങനെയുള്ള ചോദ്യത്തിന് നേരത്തെ ചോദിച്ചത് മുസ്ബത്ത് നീ കണ്ടുവോ എന്ന്, ഇനി ചോദിക്കാൻ പോണോ നീ കണ്ടില്ലേ എന്നാണ്. നീ കണ്ടില്ലേ, അതാണ് പറയുന്നത്. അല, അമാ, അലൈസ, അലം. വേക്കൂനിൽ ജവാബു ബി ബല. അങ്ങനെ ചോദിക്കുമ്പോ ബല ഫിൽ ഇസ്ബാത്തി, അത് സ്ഥിരീകരിക്കാൻ ബല എന്നാണ് ഉപയോഗിക്കുക. വബി നാം ഫിൽ നഫി, അത് നെഗേറ്റ് ചെയ്യാൻ നാം എന്നാണ് ഉപയോഗിക്കുക. നമ്മൾ ഉദാഹരണത്തിൽ കൂടെ നമുക്ക് അറിയാം. മസലൻ അലൈസൽ ഇംതിഹാനു സഹലൻ, പരീക്ഷ എളുപ്പമായിരുന്നില്ലേ എന്നാണ്. പരീക്ഷ എളുപ്പമായിരുന്നില്ലേ, പരീക്ഷ എളുപ്പമാണോ എന്നല്ല ചോദിച്ചത്. അങ്ങനെയാണെങ്കിൽ ലൈസയുടെ ആവശ്യമില്ല. ഇവിടെ പരീക്ഷ എളുപ്പമായിരുന്നില്ലേ എന്നാണ് ചോദിച്ചത്. അപ്പൊ അതിന് ഉത്തരം ബല ആയിരുന്നു. അൽ ഇംതിഹാനു സഹലൻ, പരീക്ഷ എളുപ്പമായിരുന്നു. ഇനി എളുപ്പമായിരുന്നില്ല എന്ന് പറയാൻ എന്താ ഉപയോഗിക്കാൻ? നാം. ലൈസൽ ഇംതിഹാനു സഹലൻ, പരീക്ഷ എളുപ്പമായിരുന്നില്ല, പരീക്ഷ എളുപ്പമായിരുന്നില്ല. ഇവിടെ ലൈസ എന്നുള്ളത് അഫാലു നാഖിസയിൽ പെട്ടതാണ്. അപ്പോ ഈ ലൈസയുടെ ഇസ്മിന് റഫും ഖബറിന് നസ്ബാണ് ചെയ്യേണ്ടത്. ഞാൻ സാന്ദർഭികമായിട്ട് ഒന്ന് ഓർമ്മിപ്പിച്ചു എന്ന് മാത്രം. അപ്പോ ലൈസൽ ഇംതിഹാനു സഹലൻ. ഇനി ഇതിനും ലി ഇഖ്തിയാരി ശൈഇൻ മിൻ ശൈഇനി ഔ അക്സർ, രണ്ട് കാര്യങ്ങളെ ഒരു കാര്യം തെരഞ്ഞെടുക്കാനോ അല്ലെങ്കിൽ രണ്ടോ അല്ലെങ്കിൽ അതിലധികമോ കാര്യങ്ങളിൽ നിന്ന് ഒരു കാര്യം തെരഞ്ഞെടുക്കാനും ഉപയോഗിക്കും. പിന്നെ ഹർഫ് ഹംസ. വഫി ഹാദിഹിൽ ഹാലത്തി, ഈ അവസരത്തിലെ യകൂനുൽ ജവാബു ബി തഅയീനി, അങ്ങനെ വരുമ്പോ തഅയീൻ കൊണ്ടായിരിക്കും ജവാബ്. തഅയീൻ എന്ന് പറഞ്ഞാൽ ഒരു ക്ലിപ്തത വരുത്. ആ ഉദാഹരണത്തിൽ നമുക്ക് കൂടുതൽ മനസ്സിലാവും. തഹദീദ് ശൈഇൻ വാഹിദിൻ, ഒരു കാര്യം നിജപ്പെടുത്തുക, ക്ലിപ്തപ്പെടുത്തുക, അതിനുപയോഗിക്കുന്നതാണ്. അതിനും ഉപയോഗിക്കും ഹംസ. ഇൽമുൽ ഇഖ്തിസാദി മൗലൂഅക, ഇൽമുൽ ഇഖ്തിസാദ് എന്ന് പറഞ്ഞാൽ എക്കണോമിക്സ് ആണോ നിന്റെ വിഷയം? ഇൽമുൽ ഇഖ്തിസാദ് എക്കണോമിക്സ് ആണോ നിന്റെ വിഷയം? മൗലൂഅക, നിന്റെ വിഷയം. അപ്പോ നിന്റെ വിഷയം ഇഖ്തിസാദുക, ഇൽമുൽ ഇഖ്തിസാദ് മൗലൂഅകൽ മുഫല്ലൽ, അതായത് മെയിൻ വിഷയം നിന്റെ മൗലൂഅകൽ മുഫല്ലൽ, മെയിൻ വിഷയം നിന്റെ എക്കണോമിക്സ് ആണോ? അമിൽ ഫൽസഫ, അല്ല ഫിലോസഫി ആണോ എന്ന് ചോദിച്ചു. അപ്പൊ നിന്റെ മെയിൻ ഇഖ്തിസാദ് മൗലൂഅൽ മുഫല്ലൽ എന്ന് പറഞ്ഞാല് മെയിൻ സബ്ജക്ട്, കോർ സബ്ജക്ട്. നിന്റെ മെയിൻ സബ്ജക്ട് എക്കണോമിക്സ് ആണോ അമിൽ ഫൽസഫ, അതല്ല ഫിലോസഫി ആണോ? അപ്പൊ അതിന്റെ ഉത്തരം അൽ ഫൽസഫത്തു മൗലൂഇ അൽ മുഫല്ലൽ. ഫിലോസഫിയാണ് എന്റെ മെയിൻ സബ്ജക്ട്. അങ്ങനെ ആ ഒരു കാര്യത്തെ നിജപ്പെടുത്തുക, ക്ലിപ്തപ്പെടുത്തുക, അതാണ് ഇവിടെ ചെയ്തിട്ടുള്ളത്. ഇവിടെ നാം നോ അല്ലെങ്കിൽ ലാ നോ അല്ലെങ്കിൽ ഒന്നുമില്ല. ഇവിടെ
ആ ഏത് കാര്യം, ആ ഇൽമുൽ ഇഖ്തിസാദി മൗദൂഅക്കൽ മുഫല്ലൽ അമിൽ ഫൽസഫ എന്നുള്ള ഇവിടെ ഒരു അമ്നും കൂടി വന്നിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് ഇവിടെ എക്കണോമിക്സ് ആണോ നിന്റെ വിഷയം, അതല്ല ഫൽസഫ ഫിലോസഫി ആണോ? എന്റെ ഉത്തരം അൽ ഫൽസഫത്തു മൗദൂഇ അൽ മുഫല്ലൽ. എന്റെ വിഷയം മെയിൻ വിഷയം ഫൽസഫയാണ്, ഫിലോസഫിയാണ്. അപ്പോ പിന്നെ ഇതാ വറദ ബഅദൽ ഹംസത്തി, ഹംസക്ക് ശേഷം വന്നാൽ നഫി വന്നാൽ, ഹംസക്ക് ശേഷം നഫി വന്നാൽ, ഉദാഹരണത്തിന് അലൈസ, അലം, അലൻ, അല, കാനൽ ജവാബു ബി ബലാ ലിൽ ഇസ്ബാത്തി, നേരത്തെ പറഞ്ഞത് തന്നെയാണ്. പിന്നെ ഹംസക്ക് ശേഷം ഇവിടെ നഫി വന്നാലാണ്, നഫി വന്നാല് ഇസ്ബാത്തിന് ബല എന്ന് പറയും. വബി നാം ലിൻ നഫി, നഫിക്ക് നാം എന്നും പറയും. മിസ്ല അമാ അഖ്ബർതുക അൻ ഹാദ, ആ മാ എന്ന് പറഞ്ഞാൽ ഇല്ലയോ അഖ്ബർതുക ഞാൻ പറഞ്ഞില്ലയോ എന്നുള്ള അർത്ഥമാണ്. ആ മാ ഹർഫ് നഫിയാണ്. മാദിയായ ഫേലിന് നഫി ചെയ്യുന്ന ഹർഫാണ് മാ. മാഫായലു എന്നൊക്കെ പഠിച്ചിട്ടില്ലേ? അപ്പൊ അത് നഫി ചെയ്യുന്ന ഹർഫാണ് മാ. അപ്പൊ ആ മാ, ഞാൻ അഖ്ബർതുക ഞാൻ നിന്നോട് പറഞ്ഞില്ലയോ അൻഹാദ ഇതിനെക്കുറിച്ച്. അപ്പൊ അതിന്റെ ആൻസർ ബല അഖ്ബർതനി, നീ എന്നോട് പറഞ്ഞു. അഖ്ബർതനി, എന്നോട് നീ പറഞ്ഞു. ബല നീ, ഇല്ല എന്നുള്ളതിന് നാം, മാ അഖ്ബർതനി, ഇല്ല നീ എന്നോട് പറഞ്ഞിട്ടില്ല എന്നുള്ള മീനിങ് വരും. അപ്പൊ ഇതാണ് ഇപ്പൊ ഈ യൂണിറ്റിലെ. ഇനി അടുത്ത യൂണിറ്റ് നമുക്ക് ഹുറൂഫുൻ നാസിഖ എടുക്കാം. അപ്പോ ഇത് എല്ലാവരും പഠിച്ചോളെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.